ആദരണീയരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ശുചിത്വം ഇസ്ലാമിൽ എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നബി തങ്ങൾ ഒരു ദിവസം സഹാബാക്കളോട് കൂടി കബറാളികളുടെ അരികിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. നബി തങ്ങൾ അടുത്തുള്ള 2 കബറുകൾ ചൂണ്ടി ഈ 2 കബറിലുള്ളവരെ ശിക്ഷിക്കപ്പെടുകയാണെന്ന് പറഞ്ഞു. സഹാബാക്കൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എന്തിനാണ് അവർ ശിക്ഷിക്കപ്പെടുന്നത്? റസൂൽ പറഞ്ഞു, ഇതിൽ ഒരാൾ ഏഷ്യക്കാരോടും മറ്റൊരാൾ മൂത്രത്തിൽ വരുത്താത്തവരുമായിരുന്നു. സഹാബാക്കളോട് പച്ചയായ ഒരു കമ്പ് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അത് 2 കഷ്ണമായി മുറിച്ച് കബറിടത്തിൽ കുത്തി. ഇവരുടെ ശിക്ഷ ലഘൂകരിക്കാൻ വേണ്ടിയായിരുന്നു ഇത്. ആ പച്ചക്കമ്പ് പച്ചയായി നിൽക്കുന്ന കാലത്തോളം തസ്ബീഹ് ചൊല്ലി മയത്തെ ശിക്ഷ ലഘൂകരിക്കാൻ കാരണമായി തീരും. ശുദ്ധിയുടെ പ്രാധാന്യം എടുത്തു കാട്ടാനാണ് ഈ സംഭവം പറഞ്ഞത്. പറഞ്ഞു, എന്റെ സമുദായം പറഞ്ഞു, ഈമാനിന്റെ അർത്ഥഭാഗമാണ് ശുചിത്വം. ശുദ്ധിക്കുള്ള സ്ഥാനം നൽകിയ മതമാണ് ഇസ്ലാം. പശ്ചാത്തലപ്പെടുന്നവരെയും ശുദ്ധിയുള്ളവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്ന എന്നാണ് വിശുദ്ധ ഖുർആൻ പ്രസ്താവിക്കുന്നത്. ദന്തശുദ്ധീകരണത്തിൽ ഇസ്ലാമിന്റെ സ്ഥാനം നൽകി. പറഞ്ഞു, എന്റെ സമുദായത്തിൽ ദന്തശുദ്ധീകരണം പ്രയാസകമായില്ലെങ്കിൽ നിസ്കാരത്തിന് മുമ്പ് ഓലോയിലെ ദന്തശുദ്ധീകരണം നിർബന്ധമായി കൽപ്പിക്കുമായിരുന്നു. ഭക്ഷണ അവശിഷ്ടങ്ങൾ ഒരു സ്ഥലത്ത് വലിച്ചെറിയുക, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒരു സ്ഥലത്ത് നിക്ഷേപിക്കുക, ഇതൊന്നും ഇസ്ലാം സംസ്കാരമല്ല. മാലിന്യമുക്ത അന്തരീക്ഷത്തിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ.